നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ട്രെവോ ചാലബയെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സമയം. കാരണം ട്രെവോ ചാലബയുടെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം. പുള്ളിക്കാരനെ ഇപ്പോ ചെൽസി ക്യാമ്പിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. ഹി ഈസ് നോട്ട് പാസ്ഡ് ഓഫ് ദ ഫസ്റ്റ് ടീം. എന്തെന്നാലും നമ്മൾ സീസൺ വെക്കാൻ വേണ്ടിയാണ്. അപ്പൊ ട്രെവോ ചാലബ, ഡാട്രോ ഫൊഫാന ആൻഡ് ലുക്കാക്കു, അമാൻഡോ ബ്രോയ, ഇവര് 4 പേരെ നമ്മളിപ്പോ പുറത്തിരുത്തി ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഒരു വിഷമൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ട്രെവോ ചാലബന്റെ കേസിന് ഞാൻ ട്രെവോ ചാലബന്റെ ഡീറ്റെയിൽസ് പൊക്കാൻ വേണ്ടിയാണ് നോക്കണം. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ നിങ്ങൾക്ക്. ഇത് വേണ്ട. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീസ് ബീൻ എ ചെൽസി ബോയ്. വളരെ ചെറുപ്പകാലഘട്ടം മുതൽ ചെൽസിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. ആ ഒരു പ്ലെയറിനെ ഇപ്പൊ നമ്മള് പറയുന്ന പോലെ ഈ ഫസ്റ്റ് ടീമിൽ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റില്ല, ഫസ്റ്റ് ടീം ഷവർ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ മിക്കവരും അതിൽ ഭയങ്കര ആംഗ്രിയാണ്. ഇപ്പൊ അത് ഡാട്രോ ഫൊഫാനെ, അമാൻഡോ ബ്രോയോ, ലുക്കാക്കുവിന്റെ കേസിലെതിരെ ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ ട്രെവോ ചാലബയുടെ കേസിൽ ഭയങ്കര മോശമാണ്. അതായത് മാറ്റ്ലോ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഹാസ് ബീൻ ബാർഡ് ഫ്രം യൂസിംഗ് ദ ഫസ്റ്റ് ടീം ഫെസിലിറ്റി, വിച്ച് ഇസ് അബ്സല്യൂട്ട്ലി പത്തറ്റിക്. ഇത്രയ്ക്ക് തരം താഴ്ന്ന രീതിയിൽ ഒരു ക്ലബ്ബ് പ്രവർത്തിക്കരുതെന്ന് ഞാൻ പറയാനുള്ളൂ. അതിനർത്ഥം നമ്മള് ക്ലബിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല. ഇപ്പൊ പ്രീമിയർ ലീഗ് മത്സരം വരുന്നുണ്ട്, ഇപ്പൊ ഇന്റർ മിലാന്റെ മത്സരം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ക്ലബിനെ സപ്പോർട്ട് ചെയ്യുകയും കളികൾ കാണുകയും ക്രിറ്റിസിസം അത് വേറെ. പക്ഷെ ഇതൊരു പ്ലെയറിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലബിന്റെ നമ്മുടെ സ്വന്തം കോപം ബോയാണ്. അവൻ നമുക്ക് വേണ്ടി കളിച്ചിട്ടുള്ളതാണ്. ഇഞ്ചുറിയിൽ നിന്ന് വന്നിട്ട് കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ 8 വയസ്സ് മുതൽ പുള്ളിക്കാരൻ ചെൽസിയിൽ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 17 വർഷമായിട്ട് ചെൽസി കോപം ഒരു ഗ്രാജുവേറ്റിനെ നമ്മൾ ഫസ്റ്റ് ടീമിൽ നിന്ന് ബാനിഷ് ചെയ്യുക, അണ്ടർ 21 ഇട്ട് കളിപ്പിക്കുക, ഒരു കംപ്ലൈന്റും ഇല്ലാത്ത ഒരു പ്ലെയറിനെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, I mean, it's absolutely ridiculous. I mean, നമുക്ക് ഒരു പ്ലെയറിനെ നമുക്ക് വിടണമെന്നുണ്ടെങ്കിൽ വിടാം. നമുക്ക് പറയാം ട്രെവോ എനിവേ യു ഗോണ ഗോ ഔട്ട്. ഇപ്പൊ എന്തൊന്നാലും നിങ്ങൾക്ക് ടീമിന്റെ ഭാഗമാവാൻ ട്രെയിൻ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ബാനിഷ് ചെയ്യപ്പെട്ടു, ഭയങ്കര മോശം തന്നെയാണ്. ലുക്കാക്കു എന്ത് കാണിച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ ബാസ്റ്റിയൻ ഷ്വൈസ്നൈക്കർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്ലെയർ ആയിരുന്ന സമയത്ത് പുള്ളിക്കാരൻ നേരെ അണ്ടർ 21ലേക്ക് പുള്ളിക്കാരനോട് പോലും പറയാൻ അങ്ങനെ തള്ളപ്പെട്ടു എന്ന് പറഞ്ഞു. അതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് എന്തുകൊണ്ട് ഒരുപാട് ഒച്ചെടുത്തില്ല എന്ന് പറഞ്ഞാൽ ബാസ്റ്റിയൻ ഷ്വൈസ്നൈക്കർ ഇസ് നോട്ട് എ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രൊഡക്റ്റ്. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നൂല. പക്ഷെ നമ്മുടെ സ്വന്തം പ്ലെയർ, യുവർ ബോൺ ആൻഡ് ബോട്ടപ്പ് അക്കാഡമി പ്ലെയറിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് പകരം പേഴ്സണലി ഐ ഫീൽ സോ സാഡ്, പേഴ്സണലി ഐ ഫീൽ സോ ബാഡ്. പ്രത്യേകിച്ച് ട്രെവോ ചാലബ. ആൻഡ് ഇതുകൊണ്ട് തന്നെ കോണർ ഗാലഹറിന്റെ മൂവ്മെന്റ് അത്ലറ്റിക്കോ മാഡ്രിഡ് വളരെ നന്നായി. കാരണം അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമാവേണ്ട ഒരു കേസുമില്ല. നിങ്ങളൊരു പ്ലെയറിനെ നിർബന്ധിച്ച് പുറത്താക്കപ്പെടുക എന്നൊക്കെ പറയണത് എന്താ പറയാ, ഇറ്റ്സ് നത്തിങ് ബട്ട് അബ്സല്യൂട്ട്ലി റിഡിക്കുലസ്. സോ ഐ ഫീൽ റിയലി സോറി, ഐ ഫീൽ റിയലി സാഡ്. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ റിഗാർഡിംഗ് ടു ദ ട്രെവോ ചാലബ സിറ്റുവേഷൻ, എന്നെ സംബന്ധിച്ച ട്രെവോ ചാലബ ഹോപ്പ്ഫുള്ളി യു ഗെറ്റ് എ ഗുഡ്, ഒരു നല്ലൊരു ക്വാളിറ്റി ഒരു ടീം വരട്ടെ. അത് ആ ക്വാളിറ്റി ടീമിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റട്ടെ, റെഗുലർലി ഗെയിം ടൈം കിട്ടട്ടെ, ആൻഡ് ലെറ്റ് യുവർ ഈ പറയുന്ന പോലെ സ്റ്റാർസ് ഷൈൻ. എല്ലാവിധ ആശംസകൾ മാത്രമേ നേരിടാനല്ല, എല്ലാവിധ ആശംസകളെ പറയാനുള്ളൂ ട്രെവോ ചാലബയോട്. ഇതൊരു ചെറിയൊരു ലൂപ്പ് ഹോൾ. ഇതോടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരുപാട് ക്ലബ്ബുകളെ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനെ അമിതമായി പ്രേമിച്ചിട്ടും കാര്യമില്ല. കാരണം നാളെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ തട്ടിക്കളയുന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ചെൽസി വളരെ വൃത്തിയായിട്ട രീതിയിൽ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. എത്ര വൃത്തിയായിട്ട മാനേജ്മെന്റ് ആണ് ഇപ്പൊ നടക്കുന്നേ. വെറും ഈ പറയുന്ന പോലെ കണ്ട ലോകത്തുള്ള എല്ലാ പിള്ളേരെയും പിടിച്ച് സൈൻ ചെയ്ത് സ്വന്തം കോബമിൽ നിന്നുള്ളൊരു പയ്യനെ ഇങ്ങനെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത് വളരെ ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ശരിക്കും പറഞ്ഞാൽ കോബമിലേക്ക് ആൾക്കാർ എഴുതി തള്ളുന്നത്, വിച്ച് ഇസ് റിയലി റിയലി പുവർ. അതെനിക്ക് പറയാൻ തോന്നി. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് അഡ്രസ് ചെയ്യണം തോന്നി. ദിസ് ഇസ് അബ്സല്യൂട്ട്ലി വെരി വെരി പുവർ. ഡു ലെറ്റ് മീ നോ ഗൈസ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളൊരു പ്ലെയറിനെ ഒരു ക്ലബ്ബ് ട്രീറ്റ് ചെയ്യുക, അത് സ്വന്തം അക്കാഡമിയിൽ നിന്ന് വളർന്നു വന്ന ചെൽസി മാത്രം കണ്ടുവന്നൊരു പ്ലെയറിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. Do let me know your thoughts in the comment section. Thank you so much for watching. Signing off, SK from Shasika.